കൊച്ചിയിൽ പെയിന്ററായി ജോലി ചെയ്തിരുന്ന പ്രിയൻ എല്ലാവരുടെ അടുത്തുനിന്നും കടം വാങ്ങിയായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസം അയാളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെയാവുകയും അത്യാവശ്യമായി 25,000 രൂപ വേണ്ടിവരികയും ചെയ്യുന്നു. എന്നാൽ അതിനുവേണ്ടി പ്രിയൻ ഒരുപാട് പേരെ വിളിച്ചുനോക്കുകയും അവസാനം സോജൻ എന്നു പറയുന്ന ഒരാൾ പലിശയ്ക്ക് കാശ് തരാം എന്ന് പറയുകയും അതിനായി വൈറ്റില ഹബ്ബിൽ വരാനും പറയുന്നു. എന്നാൽ അവിടെയെത്തിയ പ്രിയൻ അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും സഹായിക്കുന്ന പ്രിൻസ് എന്നു പറയുന്ന ഒരാളെ പരിചയപ്പെടുകയും അയാൾ തന്നെയും സഹായിക്കും എന്ന് കരുതി അയാളുടെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. എന്നാൽ അവർ കൊല്ലത്ത് ഇറങ്ങുകയും അവിടെ വെച്ച് പ്രിൻസിന്റെ പഴയ കാമുകിയായിരുന്ന ഹേമയെ കാണുകയും പ്രിൻസിനും ഹേമയ്ക്കുമുണ്ടായ ആക്സിഡന്റിന്റെ കാര്യവും പ്രിയൻ മനസ്സിലാക്കുന്നു. എന്നാൽ അതിന്റെ ഇടയ്ക്ക് പ്രിയന്റെ അമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് അത്യാവശ്യമായി പോകാൻ നിന്ന പ്രിയനെ ഇതൊന്നും അറിയാതെ നിന്ന പ്രിൻസ് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ അവിടെ ഒരു പാർട്ടിയിൽ വെച്ച് പ്രിൻസിന്റെ ക്യാഷ് എല്ലാം തീരുകയും അങ്ങനെ നിവൃത്തികെട്ട പ്രിയൻ പ്രിൻസിനോട് തന്റെ അവസ്ഥയെല്ലാം പറയുന്നു. അതുകേട്ട പ്രിൻസ് എല്ലാവരെയും വിളിച്ച് ക്യാഷ് കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കുറേ നേരമായിട്ടും ആരും അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രിയൻ സോജനെ തന്നെ വീണ്ടും വിളിക്കുകയും രാത്രിയായപ്പോൾ അയാൾ വരികയും ചെയ്യുന്നു. എന്നാൽ അയാളെ തിരിച്ചു പറഞ്ഞുവിട്ട് അവൻ പ്രിൻസിന്റെ കൂടെ തന്നെ നിൽക്കുന്നു. എന്നിട്ട് രാവിലെയായപ്പോൾ പോകാൻ നിന്ന പ്രിയന് പ്രിൻസ് തന്റെ വീട് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പ്രിയൻ ബസ് കയറി പോകാൻ നിൽക്കുന്ന ഇടയ്ക്ക് പ്രിൻസിന്റെ ഭാര്യ അവന് കാശയച്ചു കൊടുക്കുന്നു. അങ്ങനെ കാശ് കിട്ടിയ സന്തോഷത്തിൽ പ്രിയൻ പ്രിൻസിനെ കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് തിരിച്ച് ബസ് കയറി പോവുകയും ചെയ്യുന്നു.